എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് മീനമാസം 6-ാം തീയതി 20/3/2026 വെള്ളിയാഴ്ച. ഇന്ന് ഈശ്വരാധീനം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില തിക്താനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിയമപരമായ ചില നടപടികൾ നേരിടേണ്ടതായി കാണുന്നു. പ്രത്യേകിച്ച് ദുശീലങ്ങൾ ശീലമാക്കിയിട്ടുള്ളവർ ആ ദുശീലങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. കരൾ സംബന്ധമായ അസുഖങ്ങൾ അധികരിക്കുവാനും അല്ലെങ്കിൽ നിയമപരമായ ചില പോലീസ് കേസുകളിലൊക്കെ ചെന്ന് പെടുവാനും ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. അനാവശ്യമായ കോപം അശ്വതി നക്ഷത്രക്കാർ തീർച്ചയായും അടക്കി വയ്ക്കേണ്ടതാണ്. വാഹനം ഓടിക്കുമ്പോഴോ റോഡിൽ വെച്ചോ ചില ആളുകളുമായി വളരെയധികം വാക്കുതർക്കം ഉണ്ടാകുവാനും അത് പോലീസ് കേസ് വരെ എത്തിച്ചേരാനും ഒക്കെ സാധ്യതയുണ്ട്. സ്ത്രീകൾ മൂലം ചില അപവാദങ്ങൾക്കും അപമാനങ്ങൾക്കും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന്. ഏഴരശനി കാലമായതുകൊണ്ട് പ്രത്യേകിച്ചും വളരെയധികം ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. ഏഴരശനി അത്രയധികം ബാധിക്കാത്തത് ശരിക്കും പറഞ്ഞാൽ ശനി ഇപ്പോൾ മീന രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് ഏഴരശനി ഏത് സമയവും തിരിച്ചടി തരാവുന്ന ഒരു സമയമാണെന്ന് ഓർത്തുകൊണ്ട് ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും പ്രദക്ഷിണം വയ്ക്കുകയും ശാസ്താവിനെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തരം. ഇടവക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വാഹനം വാങ്ങുവാനോ വിൽക്കുവാനോ ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം ലാഭകരമായ കച്ചവടങ്ങളൊക്കെ ഉറപ്പിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഗ്രഹം ഓടി പിടിപ്പിക്കുവാനോ ഗ്രഹം മാറുവാനോ ഒക്കെ ആലോചിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമാണ്. അതേപോലെ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹസംബന്ധമായ അഴിച്ചുപണികൾ നടത്തുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ നല്ല ദിവസമായിരിക്കും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ കയറ്റുമതി ഇറക്കുമതി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ദൂരദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായിട്ട് കാണുന്നു. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും അനുകൂലമായ ഒരു അവസ്ഥ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നതാണ്. കൂടാതെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഡോക്ടർമാർ തുടങ്ങിയവർക്ക് ഉപരിപഠനത്തിനോ മറ്റ് കാര്യങ്ങൾക്കോ കൂടുതൽ ഡിഗ്രി എടുക്കാനോ ഒക്കെ സാധ്യത ഉതകുന്ന രീതിയിലുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. വാഹനം വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായ തിരിച്ചടികൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ട്. പ്രവൃത്തികളിൽ നിന്ന് വളരെയധികം തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടതായ ഒരു ദിവസമായതുകൊണ്ട് ഓരോ പ്രവൃത്തിയും ആലോചിച്ച് മാത്രം ചെയ്യുക. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർതം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും രാജകീയമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചില നിരാശകളോ അപവാദങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എപ്പോഴും അവരവരുടെ പാത വളരെയധികം കറക്റ്റാക്കി മുമ്പോട്ട് പോയാൽ ഇത്തരത്തിലുള്ള അപവാദങ്ങളും നുണപ്രചരണങ്ങളും ഒക്കെ അനുഭവിച്ച മനക്ലേശം ഒഴിവാക്കാൻ സാധിക്കും. അച്ചടക്കത്തോടു കൂടി മുൻപോട്ട് പോവുക. തിരുവാതിര നക്ഷത്രക്കാർക്ക് കോപം മൂലമുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി കാണുന്നു. കോപം മൂലം ചില സൗഹൃദങ്ങളോ അല്ലെങ്കിൽ ബന്ധങ്ങളോ തന്നെ നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് സാധ്യതയുണ്ട്. കടും പിടുത്തം മൂലം ചില വൻ ബിസിനസ്സുകളൊക്കെ നഷ്ടപ്പെട്ടു പോകുവാനും സാധ്യതയുണ്ട്. വിശ്രമജീവിതം അനുഭവിക്കുന്നവർ വൃഥാ കലഹിച്ച് മനക്ലേശം ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ അവരുടെ സന്താനങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചില പരാജയങ്ങൾ കണ്ട് മനക്ലേശം ഉണ്ടാകാൻ സാധ്യതയുള്ളതൊഴിച്ചാൽ വിശ്രമ ജീവിതക്കാർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർതം, കാല്, പൂയമായില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അധികം രാജോചിതമായ ചില സമ്മാനങ്ങൾ ലഭിക്കുവാനും അല്ലെങ്കിൽ സന്തോഷിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർ തിരിച്ചു വരുവാനോ കുടുംബത്തിൽ വന്ന് ചേരുവാനോ ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. സന്താനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക്, വിവാഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കൊക്കെ അതിനനുകൂലമായ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം വിവാഹത്തിനോ അല്ലെങ്കിൽ മറ്റ് ഉന്നമനത്തിനോ ഒക്കെ അനുകൂലമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ദിവസമാണ്.
പിരിഞ്ഞു നിൽക്കുന്ന ദമ്പതികൾ കൂടിച്ചേരുവാനുള്ള ശ്രമം ആരംഭിക്കുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. വാഹനം വാങ്ങുവാനോ വിൽക്കുവാനോ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല ദിവസമായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല ദിവസമായിരിക്കും. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുവാനായിട്ട് സാധിക്കുന്ന ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. ചില പ്രത്യേക ആളുകളുടെ ഇടപെടൽ മൂലം ചില തടസ്സങ്ങൾ നേരിടാനും ചില കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുവാനും ഒക്കെ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചില അരക്ഷിതാവസ്ഥകൾ ഉടലെടുക്കുവാനും സാധ്യത കാണുന്നു. സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുന്നത് ഒരു ദിവസമായി തീർന്നേക്കാം ഇന്നത്തെ ദിവസം. കൂടാതെ സ്വന്തം സ്വഭാവത്തിലുള്ള വൈകല്യങ്ങൾ മൂലം വൈഷമ്യങ്ങൾ അനുഭവിക്കുകയും വിമർശനത്തിന് പാത്രീഭവിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ലാഭകരമായൊരു കച്ചവടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമായിരിക്കുമെന്ന്. കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നവർക്കും അനുകൂലമായ ഒരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ മലഞ്ചരക്ക് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം ചില പ്രതീക്ഷ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ ചില കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ഇന്നത്തെ ദിവസം അനുകൂലമാണ്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. എന്നാൽ യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്ന എല്ലാവർക്കും, എല്ലാ വിഭാഗക്കാർക്കും ചില പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് കാണുന്നു. അടുത്തായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല, അത്തം, ചിത്തിരര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ആരോഗ്യപരമായ ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി കാണുന്നു. എന്നാൽ ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ്. ബന്ധുക്കളിൽ നിന്ന് വേർപെട്ട് നിൽക്കുവാനും അല്ലെങ്കിൽ ബന്ധുക്കളെ വിട്ടുപോകുവാനുമുള്ള ചില വൈഷമ്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം സുഗമമായി മുമ്പോട്ട് പോകുന്നതാണ്. നഷ്ടത്തിൽ ചില വസ്തുക്കൾ കച്ചവടം നടത്തേണ്ടതായി വന്നേക്കാം. അതുപോലെ വാഹനങ്ങൾ സംബന്ധിച്ച ചില റിപ്പയറുകൾ വരാൻ സാധ്യതയുണ്ട്. വാഹനങ്ങൾ ഓടിച്ച് ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വാഹനങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് തീർച്ചയായും ചില വിപരീതമായ വെല്ലുവിളികൾ നേരിടേണ്ടതായി കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, സ്പോർട്സുകാർക്കൊക്കെ തന്നെ ഇന്നത്തെ ദിവസം അനുകൂലമാണ്. അതുപോലെ ജിം തുടങ്ങിയ കാര്യങ്ങൾ നടത്തിപ്പ് നടത്തുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് നല്ല ഒരു ജീവിതം വരുന്നത് കണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഭാഗ്യം വരുന്നത് കണ്ടോ ഒക്കെ സമാധാനിക്കുവാനും സന്തോഷിക്കുവാനും ഒക്കെ സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യത കാണുന്നു. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശുഷ്കാന്തിയോടുകൂടി ശ്രദ്ധ വച്ചാൽ ചില നല്ല കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിക്കും. അധ്വാനം കൂടിയ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിശ്രമം അനിവാര്യമായൊരു ദിവസമാണ് ഇന്ന്. അല്ലാത്ത പക്ഷം ബ്ലഡ് പ്രഷർ കൂടുവാനോ ബ്ലഡ് പ്രഷർ കുറയുവാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഷർ മൂലമുള്ള ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുവാനോ സാധ്യതയുണ്ട്. ക്രോണിക്കായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് അത് വർദ്ധിക്കുവാൻ സാധ്യത കാണുന്നു. അതുപോലെ പങ്കാളിക്ക് ചില അസുഖങ്ങൾ വരുന്നത് മൂലം സാമ്പത്തികമായ ചിലവും മനക്ലേശവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. പ്രൈവറ്റ് ബാങ്കേഴ്സിന് കേസും വഴക്കുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നവർക്കൊക്കെ പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം നല്ല ഒരു ദിവസം എന്ന് തന്നെ പറയാമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചില വൈഷമ്യങ്ങൾ നേരിടാം. കുടുംബത്തിൽ ചില കലഹങ്ങൾ രൂപീകരിക്കാൻ സാധ്യതയുണ്ട്. ആലസ്യവും മടിയും മൂലം, ഉത്സാഹക്കുറവും മൂലം പല നഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് ഇന്ന്. ഇന്നത്തെ ദിവസം ഷോപ്പിങ്ങിന് പോകുന്നത് വളരെയധികം നഷ്ടമായിട്ട് കലാശിച്ചേക്കാം. അതേപോലെ സൂക്ഷ്മമായ വസ്തുക്കൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമായിരിക്കും. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി വയ്ക്കുന്നവർക്കും അതേപോലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം തിരിച്ചടികൾ ലഭിക്കുന്ന ദിവസമാണ്. പെട്ടെന്നുണ്ടാകുന്ന ചില പരാജയങ്ങൾ കൊണ്ട് മനസ്സിന് ക്ലേശമുണ്ടാകുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പ്രതീക്ഷകൾ തിരിച്ചു ലഭിക്കുന്ന ദിവസമാണ്. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും ഇതേ അനുഭവങ്ങളാണ് ഉണ്ടാവുക. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വയ്ക്കേണ്ടത് ആവശ്യമാണ്. അതിസാമർഥ്യം കൊണ്ട് അല്ലെങ്കിൽ പക്വതയില്ലായ്മ കൊണ്ട്
വരുത്തി വയ്ക്കുന്ന വിനകൾ മൂലം പിന്നീട് ക്ലേശിക്കേണ്ടതായിട്ട് കാണുന്നു. വൈകുന്നേരത്തോടു കൂടി വളരെയധികം സന്തോഷമുള്ള പല കാര്യങ്ങളും നേടാൻ സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്ക് ഇന്ന് ലാഭം കൊയ്യാൻ പറ്റിയ ദിവസമാണ്. വിദേശീയരുമായി ബന്ധപ്പെട്ട് വിദേശ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം ലാഭം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പുതിയ ഒരു സൗഹൃദം ഉടലെടുക്കുവാനും ആ സൗഹൃദം കൊണ്ട് പ്രയോജനം ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും ദൂരയാത്ര ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും അല്ലെങ്കിൽ തനിക്കും പ്രയോജനകരമായ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും, പ്രത്യേകിച്ച് വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്ക്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതായി വരുന്നു. വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. കിടന്നിരുന്ന പല കാര്യങ്ങളും പദ്ധതികളും മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള അവസരം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. വിവാഹം മുഖേന ഉള്ള ചില നല്ല കാര്യങ്ങൾ, തൊഴിൽ കയറ്റം അങ്ങനെയൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും അനുയോജ്യമായൊരു പങ്കാളിയെ ലഭിക്കുവാനും സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന്. കമിതാക്കൾക്ക് ഏറ്റവും ഉചിതമായൊരു ദിവസമായിരിക്കുമെന്ന്. ബ്യൂട്ടി പാർലർ തുടങ്ങി നടത്തുന്നവർക്ക് വളരെ മോശമായ ഒരു ദിവസമായിരിക്കുമെന്ന്. സ്പാ തുടങ്ങിയ കാര്യങ്ങൾ നടത്തുന്നവർക്ക് വിമർശനത്തിന് വിധേയരാകേണ്ടതായി വന്നേക്കാം. അതേപോലെ കോസ്മെറ്റിക് ജോലികൾ ചെയ്യുന്നവർക്ക്, സ്കിന്നിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഡെർമറ്റോളജി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് വിപരീതമായൊരു ദിവസമായിരിക്കും. ഇന്നത്തെ ചികിത്സയിൽ പിഴവ് വരുവാൻ സാധ്യതയുണ്ട്, വളരെ ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അധികം സന്തോഷം പകരുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ നടത്തുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നത് നന്നായിരിക്കുന്നത് ഒഴിച്ചാൽ വേറെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. എന്നാൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായ വെല്ലുവിളികൾ നേരിടേണ്ടതായി കാണുന്നു. വസ്ത്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, ലോഹനിർമ്മിതമായ വസ്തുക്കൾ ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, ഖനനം ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അതേപോലെ വസ്ത്രം വാങ്ങുവാനും വസ്ത്രം സമ്മാനം കൊടുക്കുവാനുമൊക്കെ ഉതകുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമുള്ള ദിവസമായിരിക്കും. പുണ്യക്ഷേത്ര ദർശനം നടത്തുന്നതിനും അതേപോലെ ഗുരുത്വം കൈവരിക്കുന്ന രീതിയിൽ മുതിർന്ന ആൾക്കാരെ സഹായിക്കുന്നതിനുമൊക്കെ ഉതകുന്ന ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം. കൃഷിക്കാർക്ക്, കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം പ്രതികൂലമായിട്ടാണ് കാണുന്നത്. ആരോഗ്യസ്ഥിതിയിൽ ഉള്ള ആശങ്ക മൂലം ചില അബദ്ധങ്ങളിൽ ചെന്ന് ചേരാൻ സാധ്യതയുണ്ട്. ലൊട്ടിലൊടുക്ക് മരുന്നുകളൊക്കെ കഴിച്ചിട്ട് വളരെയധികം റിയാക്ഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഔഷധ സേവയിൽ ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതി, കാല്, ഉത്തിട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ആശ്വാസകരമായ പല അനുഭവങ്ങളും വന്നു ചേരാം. പ്രതീക്ഷകൾക്കനുസരിച്ച വിധം കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതുകൊണ്ട് സന്തോഷമുണ്ടാകാം. ബന്ധുമിത്രാദികളുമായി കൂടിച്ചേർന്ന് നല്ല കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ സന്താനങ്ങൾക്കുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. അതുപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ പുതിയ അവസരങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം അനുകൂലമായ സാഹചര്യങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ നല്ല പ്രോജക്റ്റുകൾ വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുത്തതിൽ മനസ്സമാധാനം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. കൂടാതെ ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അനുകൂലമായ ദിവസമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു. ഈശ്വരാധീനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.